ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കോക്കനട്ട് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു തേങ്ങയും കുറച്ച് കോൺഫ്ലോർ പൗഡറും ഉണ്ടെങ്കിലും കുറച്ച് പഞ്ചസാര, ഫ്രഷ് ക്രീം വേണമെന്ന് നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ് ഉണ്ടാക്കിയത്. ഒരു 2 മണിക്കൂർ തണുക്കേണ്ട താമസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പുഡിങ്ങാണ്. അപ്പം കുട്ടികൾക്കൊക്കെ ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. വളരെ ടേസ്റ്റുമാണ്. കോക്കനട്ടിൻ്റെയാണ്, നമ്മുടെ പ്രിയപ്പെട്ട തേങ്ങയുടെയാണ്. മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു പുഡിങ്ങാണിത്. ഒരു ടേസ്റ്റാണിതിന്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വളരെ ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഇപ്പം നമ്മുടെ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു തേങ്ങയുടെ പാലാണ് എടുത്തത് കേട്ടോ. മിക്സിയിൽ നല്ലതുപോലെ അരച്ച് അതിൻ്റെ കട്ടിപ്പാലാണ്. 2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്. നമുക്ക് ഇതൊന്നൊരു പാത്രത്തിലോട്ട് അരിച്ച് മാറ്റാം. അപ്പോൾ കുറച്ച് മാറ്റി വയ്ക്കുക. നമ്മൾ ഇതിനകത്താണ് കോൺഫ്ലോർ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്നതാണ്, ചെറിയ ഇതുകൊണ്ടൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മളിതിന് വേണ്ടി 1/4 കപ്പ് കോൺഫ്ലോറാണ് എടുത്തേക്കുന്നത്. നമുക്ക് കുറച്ച് തേങ്ങാപ്പാലിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങാപ്പാലൊന്ന് ചൂടായി വരുന്നിടം വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ചൂടായി വരുന്നത് നമുക്ക് മറ്റേ കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാലൊന്ന് ചൂടായി വരട്ട്. അപ്പോൾ തേങ്ങാപ്പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് ഒരുപാട് മധുരം വേണ്ട. ഇനി കുറേ കൂടെ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് 6 ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ്. നമ്മുടെ പഞ്ചസാരയൊക്കെ ഈ തേങ്ങാപ്പാലിലൊന്ന് മെൽറ്റായി വരണം. അപ്പോൾ ഒന്ന് തേങ്ങാപ്പാൽ തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മൾ കോൺഫ്ലോർ തേങ്ങാപ്പാൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർക്കാം. അപ്പോൾ കോൺഫ്ലോർ നല്ലതുപോലെ തേങ്ങാപ്പാൽ കലക്കല്ല, ഡയറക്റ്റ് ഇങ്ങനെ ചേർക്കരുത്. തേങ്ങാപ്പാൽ ചൂടായി. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ കലക്കി വെച്ച് കോൺഫ്ലോർ ഇതിലേക്ക് അരിച്ച് ചേർക്കാം. 1/4 കപ്പാണ് എടുത്തത് കേട്ടോ. അളവ് ശരിയായിരിക്കണം. 2 കപ്പ് തേങ്ങാപ്പാലും 1/4 കപ്പ് കോൺഫ്ലോറുമാണ്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടാണ് ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തത്. ഇത് നമ്മൾ കൈയെടുക്കാതെ ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് അങ്ങ് കുറുകി വരും. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് കോൺഫ്ലോർ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. അപ്പോൾ നല്ലതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മുടെ തേങ്ങാപ്പാലും കോൺഫ്ലോറും നല്ലൊരു ക്രീമി പരുവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മതി കേട്ടോ. എന്തിനായാലും നമ്മൾ ഉപ്പ് ചേർക്കേണ്ടതുകൊണ്ടാണ് അങ്ങനെ. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിന് ഇനി തണുക്കുമ്പോൾ കുറേ കൂടെ കട്ടിയാവും. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിന് ഗ്യാസ് ഓഫ് ചെയ്യാം. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്താൽ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് മുകളിൽ ഇങ്ങനെ പാട കണക്കാവും. ഇനി ഇതിലോട്ട് നമ്മൾ ചെറു ചൂടോടുകൂടി നമ്മൾ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. നമ്മുടെ കുക്കിംഗ് ക്രീം എന്നും പറഞ്ഞ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് ചേർക്കുമ്പോൾ കുറേ കൂടെ ടേസ്റ്റാണ്. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ആയാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ കോക്കനട്ട് പുഡിങ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ചൂട് സമയത്തൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്തേക്കുവാണ്. അതിന് ശേഷം ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി ഇതിൻ്റെ ചൂടൊന്ന് കളയണം. ഞാൻ കുറച്ച് ചൂട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നു. ഇതാണ് ഫ്രഷ് ക്രീം. ഞാനിപ്പോൾ ഒരു ചെറിയ ബോട്ടിലാണ് ചേർക്കുന്നത്.
ഈ ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് വേണമെന്ന് നിർബന്ധമില്ല. ഫ്രഷ് ക്രീം എന്ന് വെച്ചാൽ നമ്മുടെ പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് തുറന്ന് വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ മുകളിൽ കുറേ കട്ടിക്ക് ക്രീം കണക്ക് വരുമല്ലോ, അതാണ് ഫ്രഷ് ക്രീമായിട്ട് വരുന്നത്. ഇതിപ്പോൾ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്, നമുക്ക് വീട്ടിലായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ക്രീം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളച്ച് ആ പരുവത്തിന് ഒഴിക്കരുത് കേട്ടോ. കുറച്ച് ആറിയതിന് ശേഷമേ ഇത് ഒഴിക്കാവുള്ളൂ. ഇത് കുക്കിംഗ് ക്രീമാണ്. അപ്പോൾ നമ്മുടെ ക്രീമും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റാം. അതിൻ്റെ ഇടയ്ക്ക് കൈ ഒന്ന് മുറിഞ്ഞ് കേട്ടോ. വിപ്പിംഗ് ക്രീമിൻ്റെ ഫ്രഷ് ക്രീമിൻ്റെ സൈഡിൽ കൊണ്ടതാണ് പാട്ടയുടെ. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിങ്ങനെ ഒരു ട്രേ ആണ് എടുത്തേക്കുന്നത്. ഇത് ഓവനിലൊക്കെ വെക്കാൻ പറ്റുന്ന ട്രേ ആണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് അങ്ങനെ ലോക്കൽ പ്ലാസ്റ്റിക്കിനകത്തൊന്നും ഒഴിച്ച് വെക്കരുത് കേട്ടോ. നമ്മൾ ചൂടോടുകൂടിയാണല്ലോ ഇത് ഒഴിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഗ്ലാസിൻ്റെ ടിന്നെടുക്കണം. ഗ്ലാസിൻ്റെ ആണെങ്കിലും പ്രശ്നമില്ല. ഇതിപ്പോൾ പ്ലാസ്റ്റിക് ആണ്, നല്ല നമ്മൾ കണ്ടെയ്നർ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചെറുതായിട്ട് നമ്മൾ ഒന്ന് ഒരു ഗീ സൈഡിലൊക്കെ പുരട്ടിയിട്ടുണ്ട്, ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ചെറു ചൂടോടുകൂടി നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. മൊത്തം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ നിന്ന് കുറച്ച് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വയ്ക്കണം. അതായത് നമ്മൾ പുറത്തിരുന്ന് ഫാനിൻ്റെ അടിയിലങ്ങനെ ഇരുന്ന് കുറച്ച് നല്ലതുപോലെ, അല്ലെങ്കിൽ കുറച്ച് തണുക്കണം. ചൂടോടുകൂടി ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിനകത്ത് വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് എടുക്കണം. പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. 2 മണിക്കൂറാണ്, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചത് കേട്ടോ. നമുക്കിങ്ങനെ ഒരു പ്ലേറ്റ് കമത്തി വെച്ചിട്ട് ഇതൊന്ന് തിരിച്ച് തട്ടി കൊടുക്കാം. എന്താവുമെന്ന് അറിയത്തില്ല. അപ്പോൾ പാത്രത്തിൻ്റെ ഒരു സൈഡിലോട്ട് പോയി. അതിൽ നല്ല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിന്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പുഡിങ്ങാണിത്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, ടേസ്റ്റാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊന്ന് വെച്ചൊന്ന് അലങ്കരിക്കാം. കോക്കനട്ട് പുഡിംഗ് ആണല്ലോ. അപ്പം അതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പം എന്ത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഇച്ചിരി കോക്കനട്ട് കൂടെ ഇട്ട് കൊടുക്കാം. കോക്കനട്ടിൻ്റെ പൗഡർ കിട്ടുമല്ലോ. പൗഡറല്ല, മറ്റേ പീര കിട്ടും. പൗഡർ വേണമെങ്കിലും ഇടാം. അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി കോക്കനട്ട് പീര എൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കോക്കനട്ടിൻ്റെ പീര, നമ്മളിത് റെഡിമെയ്ഡ് പാക്കറ്റ് മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു അലങ്കാരത്തിന് വേണ്ടി ഇട്ടതേ ഉള്ളൂ. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴേ അപ്പോൾ അതിന് വേണ്ടി ഇട്ടതാണ്. അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കോൺഫ്ലോറും ഒരു തേങ്ങയുടെ പാലും പിന്നെന്താണ് ഫ്രഷ് ക്രീം വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പിന്നെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്നേ ഉള്ളൂ. നമ്മൾ ഫ്രഷ് ക്രീം ചേർത്തുകൊണ്ടാണ് ഇതൊരു സോഫ്റ്റായിട്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു പുഡിങ്ങാണ്. എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നത് വല്ലപ്പോഴും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.